സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത്? തലച്ചോർ, ഹൃദയം, കരൾ, വൃക്ക. ശരിയുത്തരം തലച്ചോർ. കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത്? തുളസി, ആര്യവേപ്പ്, അയമോദകം, കറിവേപ്പില. ശരിയുത്തരം തുളസി. അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ? ഹൃദ്രോഗികൾ, ഗർഭിണികൾ, പ്രമേഹ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ. ശരിയുത്തരം ഗർഭിണികൾ. വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും. വിറക്, പുല്ല്, ചൂല്, കലം. ശരിയുത്തരം വിറക്. ജ്യൂസാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഏത് ഫ്രൂട്ടിൻ്റേതാണ്? നെല്ലിക്ക, നാരങ്ങ, ആപ്പിൾ, മുന്തിരി. ശരിയുത്തരം നെല്ലിക്ക. മുളപ്പ് വന്നാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത്? ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബീറ്റ്റൂട്ട്, ഇഞ്ചി. ശരിയുത്തരം ഉരുളക്കിഴങ്ങ്. വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ത്? സൗഹൃദം, സ്നേഹം, ദേഷ്യം, വാശി. ശരിയുത്തരം സൗഹൃദം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത്? കണ്ണ്, മൂക്ക്, ചെവി, വായ. ശരിയുത്തരം കണ്ണ്. രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത്? ചോക്ലേറ്റ്, പാൽ, ബദാം, ഓട്സ്. ശരിയുത്തരം ചോക്ലേറ്റ്. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത്? ചെമ്പരത്തി, റോസ്, ഡാലിയ, ലില്ലി. ശരിയുത്തരം ചെമ്പരത്തി. നീണ്ട മൂക്കുകളുള്ള സ്ത്രീകളുടെ സവിശേഷത എന്ത്? അഹങ്കാരം, അസൂയ, മുൻകോപം, നാണം. ശരിയുത്തരം അഹങ്കാരം. രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചൽ കൂട്ടുന്ന പഴം ഏത്? മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ, സ്ട്രോബെറി. ശരിയുത്തരം മുന്തിരി. സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത്? തലച്ചോർ, ഹൃദയം, കരൾ, വൃക്ക. ശരിയുത്തരം തലച്ചോർ. കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത്? തുളസി, ആര്യവേപ്പ്, അയമോദകം, കറിവേപ്പില. ശരിയുത്തരം തുളസി. അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ? ഹൃദ്രോഗികൾ, ഗർഭിണികൾ, പ്രമേഹ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ. ശരിയുത്തരം ഗർഭിണികൾ. വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും. വിറക്, പുല്ല്, ചൂല്, കലം. ശരിയുത്തരം വിറക്. ഈ പാനീയം ഒഴിവാക്കിയാൽ കണ്ണ് തുടിപ്പിന് ശമനമുണ്ടാകും. കാപ്പി, ചായ, ഇളനീർ, ചൂടുവെള്ളം. ശരിയുത്തരം കാപ്പി. മലബന്ധം അകറ്റാൻ ഏറ്റവും ഉത്തമമായത് എന്ത്? തേൻ, കാപ്പി, ആവണക്കണ്ണ,
ചായ. ശരിയുത്തരം ആവണക്കണ്ണ. ഇരുമ്പ് അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത്? ചീര, തക്കാളി, പച്ചമുളക്, ബീട്രൂട്ട്. ശരിയുത്തരം തക്കാളി. വലതു കൈയിലെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത്? പണം ലഭിക്കും, പണം നഷ്ടപ്പെടും. ശരിയുത്തരം പണം ലഭിക്കും. ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത്? കരൾ, വൃക്ക, ശ്വാസകോശം, ആമാശയം. ശരിയുത്തരം കരൾ. ജൂൺ മാസം മുതൽ കോടീശ്വര യോഗമുള്ള ജന്മനക്ഷത്രം ഏത്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. ശരിയുത്തരം ഭരണി. ഇവയിൽ ഏറ്റവും മുൻകോപമുള്ള ജന്മനക്ഷത്രം ഏത്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. ശരിയുത്തരം കാർത്തിക.